So, we start with a block for Unit 2 Psychological Theories. Here in this chapter, we discussed about various psychological theories like individual difference theory, selective exposure. What do you mean by selective perception? What do you mean by selective retention? What do you mean by cognitive dissonance theory? Okay, cognitive dissonance theory. So, individual difference theory. Individual differences theory suggests that people are unique and have varying psychological traits and characteristics. These differences affect how mass media messages influence them. Here's a simple explanation. So, ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും എങ്ങനെയാണ് അതുല്യരാണ്. വി ആർ യുണീക്ക് ഇൻ നേച്ചർ. വി ഹാവ് വേരിയസ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. നമുക്ക് പലതരത്തിലുള്ള മാനസികമായ വ്യത്യാസങ്ങളുണ്ട്, ശാരീരികമായ വ്യത്യാസങ്ങൾ. ഇപ്പൊ രണ്ട് പേരുണ്ട്, അവർ ട്വിൻസ് ആണെങ്കിൽ അവർക്ക് ഫിസിക്കലി അവർ ഭയങ്കര സെയിം ആണെങ്കിലും ചിലപ്പോൾ മേ ബി സൈക്കോളജിക്കലി അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. So individual difference suggests that every person is unique in their way and they have varying psychological traits and characteristics. These differences affect how mass media messages influence them. ഇല്ലേ, ഈ വ്യത്യാസം തന്നെ, ഇങ്ങനെ മാനസിക നിലയിലുള്ള വ്യത്യാസം അവരുടെ ഈ പറഞ്ഞിട്ടുള്ള മാസ് മീഡിയ ന്യൂസസ് കേൾക്കുമ്പോൾ അതിനെ അവർക്ക് സ്വാധീനിക്കാറുണ്ട് പല രീതി. ഇപ്പോൾ ഒരേ ശരീരപ്രകൃതം, ഒരേ ശരീര ഘടനയുള്ളവരാണെങ്കിൽ ശരി, അവരുടെ മാനസിക നില പലതരത്തിലും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേ ന്യൂസ് കേൾക്കുമ്പോൾ രണ്ടുപേരിലും രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഫസ്റ്റ്, യുണീക്നെസ്. This theory recognizes that each person is different. They have their own beliefs, attitudes, values, interests, and even intelligence levels. Like, സോ പണ്ടത്തെ കാവ്യമാധവൻ അവരെ ഇരട്ട റോളിൽ അഭിനയിച്ചിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. സുരേഷ് ഗോപി നായകനായിട്ട് വന്ന ഒരു സിനിമ. അതിനകത്ത് സിദ്ദീഖ് ഉണ്ടായിരുന്നു. അതില് ഈ പറഞ്ഞിട്ടുള്ള സിദ്ദീഖിനെ വിവാഹം ചെയ്യാൻ കാവ്യമാധവന്റെ ഒരു റോള് ആഗ്രഹിക്കുമ്പോൾ, അവരൊരു ക്ലാസിക്കൽ നർത്തകിയാണ്, പാട്ടുകാരിയും കൂടെയാണ്. പക്ഷേ മറ്റേ കാവ്യമാധവൻ എന്ന് പറയുന്നത് ഫിസിക്കലി അവർ ഭയങ്കര സെയിം ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ മറ്റേ കാവ്യമാധവൻ എന്ന് പറയുന്ന വ്യക്തി അവർ നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാണ്, അല്ലേ? ഫിസിക്കലി അവരെ രണ്ടുപേരും ആർക്കും തിരിച്ചറിയാൻ ഇങ്ങനെ പറ്റില്ല. ഓക്കെ, ഷാർപ്പ് ഷൂട്ടറാണ്. പക്ഷെ അങ്ങനെ അത് അവസാനം കണ്ടെത്തുന്നുണ്ട്. അന്നേരം നമുക്ക് ഒരേ ഫിസിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാർക്കും അവർ സൈക്കോളജിക്കലി ഡിഫറെന്റ് ട്രേറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. So it affects our beliefs, values, attitudes, interest, and our intelligence level. Response to media. Because people are unique, the way they react to media content varies. For example, someone with high anxiety might react more strongly to violent media, while someone with a good memory might process and remember information differently. ഇപ്പം ഒരു വാർത്ത തന്നെ പല രീതിയിൽ പല ആൾക്കാരെ ബാധിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വ്യക്തി അയാള് എന്താണ് ഭയങ്കര ആങ്സൈറ്റി ഒക്കെ ഉള്ള കൂട്ടത്തിലാണെങ്കിൽ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു വാർത്ത കേൾക്കുകയാണ്. ഇപ്പം ആരുടെയെങ്കിലും കൊലപാതകം അല്ലെങ്കിൽ ആരെങ്കിലും റേപ്പ് ചെയ്യുക, അങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇവർ ഭയങ്കര വയലന്റ് ആയിട്ട് പെരുമാറും, ആങ്സൈറ്റി ഉള്ള ആൾക്കാർ. പക്ഷേ മറ്റു ചില ആൾക്കാർ ഇതേ വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നേരത്തെ നടന്നിട്ടുണ്ട്, ആ ഒരു ഇൻഫർമേഷനെ റിമൈൻഡ് ചെയ്ത് അതിനെ റീഒക്കർ ചെയ്തിട്ട് അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുന്നു. സോ ഇതിന്റെ എന്തൊക്കെ പ്രോസസ്സ് എടുക്കാം, ഇനി എന്തായിരിക്കും നടന്നിട്ടുണ്ട്, ഇങ്ങനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. Then cognitive abilities. Cognitive abilities like attention and memory also play. People with a strong memory skills may process information differently than those with weaker memory skills. അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ സൈക്കോളജിക്കൽ ട്രേറ്റ് ആണ് സ്ട്രോങ് മെമ്മറി, വീക്ക് മെമ്മറി, അല്ലേ? ചില ആൾക്കാർക്ക് ഭയങ്കര മെമ്മറി സ്കിൽസ് ആയിരിക്കും, അവർക്ക് ആ കാര്യങ്ങളെല്ലാം റിട്ടൻഷൻ ചെയ്ത് വെക്കാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് വളരെ വീക്ക് മെമ്മറി സ്കിൽസ് ആയിരിക്കും ഉണ്ടാകുക. In essence, individual difference theory reminds us that people are not all the same and their unique characteristics influence how they respond to media messages. Individual difference theory പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പലതരത്തിലും ഡിഫറെന്റ് ആണ്, അല്ലേ? സോ പല ആൾക്കാരുടെയും സ്വഭാവം, അവരുടെ മാനസിക നില എല്ലാം പലതരത്തിലായിരിക്കും. അവർ ഒരു മീഡിയ മെസ്സേജിനോട്, ഒരു വാർത്തയോട് പ്രതികരിക്കുന്നത് പലതരത്തിലായിരിക്കും. സോ അതുകൊണ്ടാണ് ഒരേ കണ്ടന്റ് താഴെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമന്റ്സുകൾ വരുന്നത്.
Then selective exposure. Selective exposure is when people choose to pay attention to information that support their existing beliefs and ignore or avoid information that contradicts those beliefs. ഇത് നമ്മൾ നേരത്തെ ഒരു കാര്യം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കോറിലേറ്റ് ചെയ്യണം. ഓക്കെ, സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ പീപ്പിൾ ചൂസ് ടു പേ അറ്റൻഷൻ ടു ഇൻഫർമേഷൻ ദാറ്റ് സപ്പോർട്ട് ദെയർ എക്സിസ്റ്റിംഗ് ബിലീഫ്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വസിക്കുന്ന കാര്യത്തിനെ ഓക്കെ സപ്പോർട്ട് ചെയ്തല്ലാതെ ഏതെങ്കിലും കാര്യം വന്നാൽ ഓക്കെ ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള വാർത്ത വന്നാൽ അത് കേൾക്കുന്നു. അതല്ലാതെ അതിനെ വിമർശിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ഇഗ്നോർ ചെയ്യുന്നു. ഇതിനെയാണ് സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അന്നേരം ഒന്നും കൂടെ പറയാം. നമ്മളിപ്പം when people choose to pay attention to information that supports our belief and our attitudes and ignore the information that contradicts our belief. ഇത് ഏകദേശം നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് തിയറി ആയിട്ട് തന്നെ കണക്റ്റഡ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് തിയറിയിൽ ഇത് തന്നെയാ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം അല്ലെ മീഡിയയിൽ ഉണ്ടാകുമ്പോൾ വാർത്തയായിട്ട് വരുമ്പോൾ അത് കേൾക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂസ്, പലതരത്തിലുള്ള ന്യൂസ് വരുന്നു, അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ 24 hours വാർത്താ ചാനൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഓടി വന്ന് നമ്മൾ കേൾക്കാൻ ടിവിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വാർത്ത നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഓടി വന്നത് കേൾക്കാനായിട്ട് നിൽക്കുന്നത്. It is like picking and choosing what you want to hear and read based on what you already think or like. ഇപ്പം നിങ്ങൾ ഒരു നോവൽ വായിക്കുന്നു. നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു ഇല്ലേ? മാർക്ക് ചെയ്ത് വെച്ചു, നിങ്ങളെ സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചെങ്കിൽ അതെന്താണ്? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് അറ്റൻഷൻ കൊടുത്തു, നിങ്ങളുടെ ബിലീഫ്സും സിസ്റ്റവുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. സോ യു പിക്ക് ദാറ്റ് ഇൻഫർമേഷൻ. For example, if you really like a certain sports team, you might only read news that says good things about the team and ignore any news that says something negative. This can lead to people sticking to their own opinions and not considering different perspectives. ഇപ്പം മെസ്സി ഒരു 10 കളിയിൽ ജയിച്ചിട്ടുണ്ട്, പക്ഷെ 15 കളിയിൽ അദ്ദേഹം തോറ്റിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഈ 15 കളി തോറ്റ കാര്യം ഒരിക്കലും പറയത്തില്ല, എങ്ങും പറയത്തില്ല. 10 കളിയിൽ ജയിച്ച കാര്യം മാത്രമേ പറയത്തുള്ളൂ. ദാറ്റ് ഈസ് കാൾഡ് സെലക്റ്റീവ് എക്സ്പോഷർ. Then comes to selective perception, കാഴ്ചപ്പാട്. Selective perception is when people tend to notice and interpret information in a way that fits with their existing beliefs and attitudes. It means they see things the way they want to see them, even if there is evidence to the contrary. For example, if someone strongly believes in a certain idea, they might only pay attention to information that supports that idea and ignore anything that challenges it. This can lead to biased thinking and decision because they only see what they want to see. ഒന്നും കൂടെ നോക്കി. People, the selective perception is when people tend to notice and interpret information in a way that fit with their existing beliefs and attitudes. എന്താണ്? ടെൻ ടു നോട്ടീസ് ആൻഡ് ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ. ഞാനിപ്പം എന്തെങ്കിലും പണ്ടൊരു കാര്യമുണ്ട്, അമ്മായിയമ്മ മരുമോക്ക് മരുമോളും മോളും കൂടെ വീട്ടിലേക്ക് കയറി വന്നു. ഓക്കെ, അന്നേരത്തേക്ക് ചോറെടുത്ത് കഴിക്കാൻ പറഞ്ഞു. അന്നേരം മോള് പോയി ആരോ പോയി ചോറിട്ടോണ്ട് വെച്ചു ഒരു കൂന ചോറ്. ആ ചോറിട്ടോണ്ട് വെച്ചിട്ട് അത് വെച്ചപ്പം അമ്മായിയമ്മ ഇത് കണ്ടോണ്ട് ഇറങ്ങി വന്നിട്ട്, ഓ പെൺകുട്ടികള് ഇത്രയൊക്കെ ചോറ് കഴിക്കാവോ? മരുമോളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അന്നേരത്തേക്ക് കേട്ടിരുന്ന വേലക്കാരി പറഞ്ഞു, കൊച്ചമ്മേ ഇത് മോള് കഴിക്കാൻ ഇട്ടേച്ച്. അന്നേരം മോര് കൂട്ടി കഴിച്ചാൽ ഇത് വളരെ കുറവാന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമോള് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കൂടുതലാ, കാഴ്ചപ്പാടിന്റെ പ്രശ്നം. പക്ഷെ മോള് കഴിച്ചാൽ
മീൻസ് അത് മോര് കൂട്ടിക്കഴിച്ചാൽ ഇത് കുറവാ, ഇത്രയൊന്നും തോന്നില്ല ചോറ് എന്നാണ് പറയുന്നത്. മീൻസ് നമ്മുടെ കാഴ്ചപ്പാട് ഓരോ അവസ്ഥയ്ക്ക്, ഇപ്പൊ മോളോട് കാണിക്കുന്നത് അങ്ങനെ, ഇതിപ്പോ ഒരേ വസ്തു രണ്ട് പേരില് രണ്ട് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നു. ചോറെന്ന് പറയുന്ന ഒരു വസ്തു, അത് രണ്ട് പേര് കഴിക്കുന്നു, ഒന്ന് മരുമോളും ഒന്ന് മോളും ആണെങ്കിൽ രണ്ടുപേരില് മരുമോൾ അത്രയും ചോറ് കഴിച്ചാൽ വീട് മുടിപ്പിക്കാനുണ്ടായത്. അതേസമയം മോള് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ, മോര് കൂട്ടി കഴിച്ചാൽ ഇത് അധികം ചോറൊന്നുമില്ല. മീൻസ് നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം, അല്ലേ? അന്നേരം അത് എന്താണെന്ന് നോക്കാം. ഈ എക്സാമ്പിൾ മനസ്സിൽ വെച്ചാൽ മതി. Selective perception is when people tend to notice and interpret information in a way that fits their existing beliefs and attitude. അല്ലേ? നമ്മുടെ തലയ്ക്കകത്ത് കുറച്ച് ഇൻഫർമേഷൻസും ആറ്റിറ്റ്യൂഡ്സും ഉണ്ട്, അല്ലേ? ആ ഇൻഫർമേഷൻസിന്റെ ആറ്റിറ്റ്യൂഡ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഇനി കേൾക്കുന്ന ആ വാർത്തകളെ വായിച്ചെടുക്കാനാണ് നമ്മൾക്ക് താല്പര്യം. ഓക്കെ, ഞാനിപ്പം താലിബാനെ പറ്റി എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതൊരു ഭീകര സംഘടനയാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, എപ്പോഴും ഒരു നെഗറ്റീവ് മൈൻഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. സോ വി ടെൻ ടു നോട്ടീസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഇൻഫർമേഷൻ അക്കോർഡിംഗ് ടു അവർ പ്രീവിയസ് ബിലീഫ് ദാറ്റ് സ്റ്റോർഡ് ഇൻ അവർ ബ്രെയിൻ. It means they see things they want to see them even if there are evidence in the contrary. ഇല്ലേ? They see things they want to see them. ഇപ്പം ഞാൻ പറയാണ്, താലിബാൻ അവിടെ വലിയ സ്കൂള് പണിഞ്ഞു, ഉടനെ നിങ്ങൾ, അത് ആണുങ്ങൾക്ക് പഠിക്കാനുള്ള സ്കൂളല്ലേ? താലിബാൻ അവിടെ ഹോസ്പിറ്റലിൽ പണിഞ്ഞു, അത് പുരുഷ ഡോക്ടർമാർക്ക് വർക്ക് ചെയ്യാനല്ലേ? ഇങ്ങനെ ചോദിക്കും, ഇല്ലേ? മീൻസ് എന്താണ്? കാരണം നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി സ്റ്റോർഡ് ആണ്, അവര് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകില്ല, അവർ സ്ത്രീകൾക്ക് ജോലി നൽകില്ല, ഇത് ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആയി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പുതിയ എന്ത് ഇൻഫർമേഷനെ കിട്ടിയാലും ശരി, നമ്മൾ പഴയ ഇൻഫർമേഷനുമായിട്ട് ചേർത്ത് വായിക്കാനേ ശ്രമിക്കത്തുള്ളൂ. And that is called a selective perception. For example, if someone strongly believes in a certain idea, they might only pay attention to information that supports that idea and ignore anything that challenges it. This can lead to biased thinking and decision because they only see what they want to see. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആ വാർത്തയുമായിട്ട് റിലേറ്റ് ചെയ്ത് നേരത്തെ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ചേർത്തേ നിങ്ങൾ ഈ വാർത്ത വായിക്കത്തുള്ളൂ. ഞാൻ ഈ താലിബാന്റെ കേസ് പറഞ്ഞ പോലെ, താലിബാൻ അവിടെ ഒരു സ്കൂള് പണിഞ്ഞു, അത് ആൺകുട്ടികൾക്ക് പഠിക്കാനല്ലേ? താലിബാൻ അവിടെ ഹോസ്പിറ്റൽ പണിഞ്ഞു, അത് പുരുഷ ഡോക്ടർമാർക്ക് വർക്ക് ചെയ്യാനല്ലേ? താലിബാൻ അവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കി, അത് പുരുഷന്മാർക്ക് പോകാനല്ലേ? സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അവിടെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ ഒരു വിസ വന്നിട്ടുണ്ട്, പോന്നോ? ഇല്ല, അവിടെ പോയി കിടന്ന് നരകിക്കാൻ ഞാനില്ല, അവിടെ നരകയാതനയാണ്, അവിടെ അതാണ് ഇതാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല, അല്ലെങ്കിൽ അത് മായുധനം വരെ ഇതായിരിക്കും നമ്മുടെ ബിലീഫ് ആൻഡ് ട്രഡീഷൻസ്. Then selective retention. Selective retention is like remembering the good stuff and forgetting the bad stuff. It is when people tend to remember information that support what they already believe and conveniently forget information that goes against their belief. ഇത് നമ്മൾ പഠിക്കുന്നതുമായിട്ട് തന്നെ ഒന്ന് നിങ്ങൾ കളക്ട് ചെയ്തൊക്കെ. ഇപ്പൊ നിങ്ങളിത് വായിക്കുന്നു, ഈ ഒരു സംഭവം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സെന്റൻസുകൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും, അത് നിങ്ങൾ കൂടുതൽ അങ്ങ് ക്യാച്ച് ചെയ്യും. ഓർത്തെടുക്കാൻ പാടുള്ളവ നിങ്ങൾ ഈസിലി അങ്ങ് ഫോർഗെറ്റ് ചെയ്യും. ഓക്കെ, അത് പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ കുറേ ന്യൂസ് കേൾക്കുന്നു, വാർത്ത കേൾക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകും. ഓക്കെ, ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് നമുക്കുണ്ടാകാം. ഗുഡ് എക്സ്പീരിയൻസ് നമ്മൾ എക്കാലവും ഓർത്തിരിക്കും, ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിന്റെ അഗാധതയിൽ എവിടെയോ നമ്മൾ കുഴിച്ചിട്ടിരിക്കും, ഇല്ലേ? നമ്മൾ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കത്തില്ല, അതിനെ ഒരു ഫോർഗെറ്റിങ്ങിന്റെ തലത്തിലേക്ക് നമ്മളങ്ങ് ഒഴിച്ചിട്ടിരിക്കും. That process is called a selective retention. Okay, selective retention is like remembering good stuff and forgetting the bad stuff. ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുന്ന. When people tend to remember information that supports what they already believe and conveniently forget the information that goes against their belief. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് സൈഡിനെ പറ്റി നമ്മൾ പറയുന്നു, അല്ലാതെ ആ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് സൈഡിനെ പറ്റിയോ അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ പറ്റിയോ നമ്മൾ സംസാരിക്കുന്നില്ല. കൺവീനിയന്റ് ആയിട്ട് ആ
നെഗറ്റീവ് സൈഡ് നമ്മൾ അങ്ങ് ഫൊർഗെറ്റ് ചെയ്യും. നമുക്കറിയാമെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇസ് കാൾഡ് സെലക്റ്റീവ് റിട്ടൻഷൻ. ആവശ്യമുള്ളത് മാത്രം ഓർമ്മിച്ചെടുക്കുക. For example, if someone really doesn't like a politician, they might remember all the bad things they have heard about that politician and forget about any good things that even if they are some. അല്ലേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിനെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാൾ നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ഓർത്തിരിക്കത്തില്ല. അയാൾ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളെയും നമ്മൾ എണ്ണമിട്ട് ഓർത്തിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കാൾഡ് സെലക്റ്റീവ് റിട്ടൻഷൻ. ദിസ് ക്യാൻ മേക്ക് their beliefs even stronger because there are only തിങ്കിങ് അബൌട്ട് വൺ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഇപ്പം ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കിടുമ്പം ഭർത്താവ് ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ എണ്ണി 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 ഭാര്യമാര് പറയും. പക്ഷെ അയാള് ദൈനംദിനം ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങളെ പറ്റി ആരും ഒരു വാക്ക് പോലും പറയാറില്ല. എന്തോന്ന് നിങ്ങൾ ഈ വീടിനോട് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. സോ അതിന് തന്നെയാണ് ബെസ്റ്റ് ഡൊമസ്റ്റിക് സെലക്റ്റീവ് റിട്ടൻഷനുള്ള എക്സാമ്പിൾ. Then cognitive dissonance theory, it's important. Cognitive dissonance theory is when people feel uneasy or conflicted because they have two beliefs, attitudes, or values that don't match up. For example, if someone smokes but also knows it's bad for their health, they might feel uncomfortable. To make the discomfort go away, they might either quit smoking or convenience themselves it is not as bad as they thought. ഇപ്പൊ ചില ആൾക്കാര് ഈ കൊഗ്നിറ്റീവ് ഡിസണൻസ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാര് അവരുടെ ഉള്ളിൽ തന്നെ രണ്ട് തരത്തിലുള്ള ബിലീഫ് ഉണ്ടാകുകയാണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, കള്ള് കുടിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, അതറിയാവുന്ന ഒരു വ്യക്തി അതറിഞ്ഞുകൊണ്ട് തന്നെ അവൻ കള്ളുകുടിയിൽ ഏർപ്പെടുന്നു. പുക വലിക്കുന്ന ശ്വാസകോശത്തിന് ഹാനികരമാണ്. ഇതറിയാവുന്ന വ്യക്തി അത് അറിഞ്ഞുകൊണ്ട് തന്നെ പുക വലിക്കുകയും അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് പുക വലിക്കുന്നുണ്ട്, അയാൾക്ക് തന്നെ അറിയാം പുക വലിക്കുന്ന ദോഷമാണ്. പുക വലിക്കുന്ന അതേ നിമിഷം അയാൾക്ക് കുറ്റബോധവും തോന്നുകയാണ്. പുക വലിച്ചു വിട്ടുകൊണ്ട് ഇത് ഇനി ഞാൻ ചെയ്യില്ല, ഇന്നും കൂടെ ഉള്ളൂ, ഇന്നും കൂടെ, ഈ ഇന്നും കൂടെ ഉള്ളൂ, ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയാമെന്ത് താങ്കൾ ചെയ്യുന്നത് തെറ്റാണ്, ഇല്ലേ? സോ ആ ഒരു ബിലീഫ് കൊണ്ടു നടക്കുന്ന ആൾക്കാര് അവരുടെ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സും വാല്യൂസും അവരുടെ പ്രവർത്തികളുമായിട്ട് ഒരിക്കലും മാച്ച് ആകത്തില്ല. ചില ആൾക്കാർ പല ആദർശങ്ങൾ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ലഹരി വിമുക്ത കേരളം അതിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് നടക്കുന്ന പല ആൾക്കാരും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നവരാണ്. എങ്കിൽ അവരുടെ പ്രവൃത്തിയും അവരുടെ അവരുടെ ആ ഒരു എന്താണ് അവർ പറയുന്ന ആ ഒരു കാര്യം, അവർ പ്രീച്ച് ചെയ്യുന്ന കാര്യമായിട്ട് ഒരിക്കലും മാച്ച് ആയി പോരത്തില്ല. ദേ ആർ കോൺഫ്ലിക്റ്റഡ് ഈച്ച് അതർ. സോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ഈസ് കാൾഡ് കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി. Okay, this theory help explain why people sometimes ignore or downplay things that go against what they already believe. Like when someone buys a defective product and says it's not that bad. It was first talked about the psychologist named Leon Fissner in 1957. ശരിക്കും ഈ തിയറി പറയുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് ചില ആൾക്കാർ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഗ്നോർ ചെയ്യാണ്ട് കണ്ടതായിട്ട് നടിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് കുറച്ച് ചളുങ്ങി പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓ, കുഴപ്പമില്ല, ഈ കുഴപ്പമില്ല, ഇറ്റ്സ് നോട്ട് ബാഡ്, നോട്ട് ദാറ്റ് ബാഡ്, ഇല്ലേ? ഇത് കുഴപ്പമില്ല എന്നിങ്ങനെ ഈ പറയുന്ന കൂട്ടുകാരെല്ലാം തന്നെ ഈ പറയുന്ന കൊഗ്നിറ്റീവ് ഡിസണൻസ് തിയറി. അവർ രണ്ട് അഭിപ്രായം. കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ട്, എന്നാൽ കുഴപ്പം ഇത് പൂർണ്ണമായിട്ട് ശരിയുമല്ല, എന്നാൽ വലിയ പ്രശ്നമില്ല. സോ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കൊഗ്നിറ്റീവ് ഡിസണൻസ് തിയറി. ഫുഡ് കഴിച്ചിറങ്ങി എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല, ഇല്ലേ? പരീക്ഷ എഴുതി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ ആൾക്കാരെല്ലാം തന്നെ ഈ കൊഗ്നിറ്റീവ് ഡിസണൻസ് തിയറിയിൽ വരും. അവർ ചെയ്ത കാര്യത്തിനെ കുറിച്ച് അവർക്ക് രണ്ട് അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് talked by the famous psychologist Leon Fissner in 1957. So that's about cognitive